രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ അവഹേളിച്ച സംഭവത്തിൽ സോണിയ മാപ്പ് പറയണമെന്ന് രാഷ്ട്രപതി ഭവൻ. രാഷ്ട്രപതിയുടെ പ്രസംഗത്തെ അപമാനിച്ച സോണിയ പാവം സ്ത്രീ വായിച്ചു തളർന്നുവെന്ന് പറഞ്ഞ് രാഷ്ട്രപതിയെ അവഹേളിച്ചതിനെതിരെയാണ് BJP ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രംഗത്തെത്തുന്നത്. വളരെ ശക്തമായൊരു പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. സോണിയയുടെ രൂക്ഷമായ വിമർശനങ്ങൾക്കെതിരെയാണ് വിമർശനങ്ങൾ ശക്തമാകുന്നത്. No comment. No, the poor lady, the president was getting very tired by the end. Repeating the same thing again and again. No, she could hardly speak one thing. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, സോണിയയ്ക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉണ്ടാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം തന്നെ ഈ ഒരു വിഷയത്തിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രാഷ്ട്രപതി നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഒരു പരിഹാസമുണ്ടായത്. രാഷ്ട്രപതി പാവം സ്ത്രീ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയ രാഷ്ട്രപതിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നും പരിഹസിച്ചു. മാത്രമല്ല, രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം ബോറിംഗ് എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ നടത്തിയ പ്രസ്താവന. ഇതിനു പുറമെ ബീഹാറിൽ നിന്നുമുള്ള പപ്പു യാദവ് എന്ന കോൺഗ്രസ് നേതാവ് രാഷ്ട്രപതി സ്റ്റാമ്പാണെന്നും പ്രണയലേഖനമാണ് വായിച്ചതെന്നുമാണ് അപഹസിച്ചത്. അതേസമയം ഭരണഘടനയുടെ ഉന്നത പദവി അലങ്കരിക്കുന്ന രാഷ്ട്രപതിയെ അപമാനിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇതിനോടകം തന്നെ ഉയരുന്നത്. കോൺഗ്രസിന്റെ രാജകുടുംബം രാഷ്ട്രപതിയെ അപമാനിച്ചതായിട്ടാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല, രാജ്യത്തെ ദരിദ്രരെയും 10 കോടി വരുന്ന വനവാസി സമൂഹത്തെയും കോൺഗ്രസ് നേതാക്കൾ അപകീർത്തിപ്പെടുത്തുകയായിരുന്നു എന്നും ഇന്ന് പ്രധാനമന്ത്രി ദ്വാരകയിൽ ഒരു ഇലക്ഷൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. മാത്രമല്ല, രാഷ്ട്രപതിയോട് വനവാസി വിഭാഗത്തോടും കോൺഗ്രസ് നേതാക്കൾ മാപ്പ് പറയണമെന്ന് BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദയും ആവശ്യപ്പെട്ടു. ദൗർഭാഗ്യകരവും ഒഴിവാക്കാവുന്നതുമായ മോശം പരാമർശമാണ് കോൺഗ്രസ് നേതാക്കളുടേതെന്നാണ് രാഷ്ട്രപതി ഭവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതികരണം. നമുക്കറിയാം, ഭരണഘടനയുടെ ഉന്നത പദവി അലങ്കരിക്കുന്ന ആളാണ് രാഷ്ട്രപതി. മാത്രമല്ല, സർവ്വസൈന്യാധിപയാണ് രാഷ്ട്രപതി. അങ്ങനെയുള്ള രാഷ്ട്രപതിയെയാണ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ ആയിട്ടുള്ള സോണിയയും ബീഹാറിൽ നിന്നുമുള്ള കോൺഗ്രസ് നേതാവ് പപ്പു യാദവും അതേപോലെ തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുലും ഇപ്പോൾ അപമാനിച്ചിരിക്കുന്നത്. ശരി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.